2022-ൽ വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ കോമഡി ചിത്രമാണ് ജയ 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 ഹേ. ഗാർഹിക പീഡനം പോലുള്ള ഗൗരവമേറിയ വിഷയങ്ങളെ ആക്ഷേപഹാസ്യരൂപേണ അവതരിപ്പിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു. ചിത്രത്തിൽ ജയ എന്ന കഥാപാത്രമായി എത്തിയ ദർശന, തന്റെ ഭർത്താവായ ജയേഷിന്റെ, ബേസിൽ ജോസഫ്, പീഡനങ്ങളെ കരാട്ടെ പഠിച്ച് പ്രതിരോധിക്കുന്ന രംഗങ്ങൾക്ക് തിയേറ്ററുകളിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഒരേസമയം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തവയായിരുന്നു ആ രംഗങ്ങൾ. ടൊവിനോ തോമസിന്റെ തമാശരൂപത്തിലുള്ള ഓർമ്മകൾ. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് വേദിയിൽ വെച്ച് മികച്ച എന്റർടൈനർ പുരസ്കാരം ദർശനയ്ക്ക് ലഭിച്ച വേളയിൽ ബേസിൽ ജോസഫിന് ദർശനയുടെ കയ്യിൽ നിന്ന് അടികിട്ടിയതിനെക്കുറിച്ചുള്ള രസകരമായ ഓർമ്മകൾ നടൻ ടൊവിനോ തോമസ് പങ്കുവയ്ക്കുകയുണ്ടായി. ചിത്രത്തിൽ ദർശന ബേസിലിനെ തല്ലുന്ന രംഗങ്ങൾ കാണാൻ വേണ്ടി മാത്രം താൻ 12 തവണ ആ സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് ടൊവിനോ തമാശയായി പറഞ്ഞത്. ബേസിൽ ജോസഫിന് ദർശനയുടെ കയ്യിൽ നിന്ന് അടികിട്ടുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന പ്രത്യേക സന്തോഷമാണ് തന്നെ ആവർത്തിച്ച് സിനിമ കാണാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൊവിനോ തോമസ് പങ്കുവെച്ച വാക്കുകൾ: ജയ് 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 ഹേ സിനിമ ഞാനൊരു 12 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. സിനിമ മുഴുവനായിട്ടൊന്നുമല്ല, ദർശന ബേസിലിന്റെ പല്ല് ഇടിച്ചുപൊഴിക്കുന്ന ആ സീൻ മാത്രമാണ് ഞാൻ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യത്തിനുവേണ്ടി മാത്രം കരാട്ടയും കുങ്ഫുമൊക്കെ പഠിച്ചതിനാണ് ദർശനയ്ക്കിപ്പോൾ ഈ അവാർഡ് കിട്ടിയത്. എനിക്കെന്തായാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ, അവൻ എന്റെ സുഹൃത്തും സംവിധായകനുമൊക്കെ ആയിട്ടല്ലേ കൂടെ നടന്നിരുന്നത്. എന്നാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു അത്. ഇവൻ ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ആദ്യം അടികൊണ്ടപ്പോഴുള്ള ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജയ് 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 ഹേ സിനിമയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വോയിസ് മെസ്സേജ് വരുമായിരുന്നു, ദർശനയുടെ കയ്യിൽ നിന്നും മുഖത്തടികിട്ടി, ചുണ്ടുപൊട്ടി, സ്റ്റിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അത് കേട്ട് ഞാൻ അവനെ ആശ്വസിപ്പിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വളരെ സന്തോഷിച്ച സമയമായിരുന്നു അത്. കാരണം അവൻ എന്നെക്കൊണ്ട് അത്രയും പണിയെടുപ്പിച്ചിട്ടുണ്ട്.